ആളെ പറടാ, എവിടാണ് നീ? കോളേജിലൊന്നും വരുന്നില്ലയോ? ഓ അല്ല, ഞാൻ 2 ദിവസം ലീവ് എടുത്ത് നാട്ടിൽ പോയി, വീട്ടിൽ പോയിട്ട്. ആ ചേട്ടാ കാണാം. ഉടായ്പ പാലില്ലേ അവിടെ? എന്തോന്ന് പാലിച്ചേട്ടൻ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. ആ എടാ, എന്റെ മടി വന്നിരിക്കും അച്ഛൻ. അച്ഛച്ചി അവനക്ക് ഏതത് കുറെ വള്ളി കേസുകളുണ്ട്. ഉടായ്പ പാലുന്ന അവന്റെ മടി ഇട്ടാ പേരിട്ട അച്ഛന്. അമ്മായി, നമുക്കൊന്ന് സാമ്പാർ വെച്ച് എല്ലാരും ഞെട്ടിച്ചാലോ? അത് കഴിക്കുമ്പോ ഞെട്ടിക്കോളും. എന്നാ പാല്. എന്താടാ പാലൊക്കെ എടുത്ത് എറിയണേ? ചായ അടി ചേച്ചി. കുറച്ച് താമസിച്ച പ്രശ്നമുണ്ടോ സാർ? അമ്മ ഇതിനകത്ത് ഇടപെടാൻ നിൽക്കല്ലേ. നിങ്ങൾ എന്തിനാണ്? കണ്ടില്ലേ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കണമെന്ന് ഞാൻ കാണുന്നില്ലല്ലോ. കാര്യം പറഞ്ഞിട്ട് മാത്രമേ കാണുന്നുള്ളല്ലേ. അല്ല ഉണ്ടാക്കാൻ നോക്കിയ ചേച്ചി സംസാരിക്കാനായിട്ട്. എന്താടാ രാവിലെ ഒരു മുട വർത്താനം അച്ഛനെ പോലെ? എന്തമ്മ, ആരെന്ത് നല്ലത് ചെയ്താലും കുറ്റം ചെയ്താലും കുറ്റം അച്ഛനെ തന്നെ. ചേടാ, ആ മനുഷ്യനാണെങ്കിൽ അവിടെ കിടന്ന് പണിയെടുക്കണം മാട് പോലെ. മനുഷ്യനാ കഴിച്ചു? എന്തമ്മ, അച്ഛൻ മനുഷ്യല്ലേ? നിനക്ക് എന്താടാ രാവിലെ ബാധ കയറി അച്ഛന്റെ? ചിലതിനൊക്കെ കുഴപ്പളത്തോട്ടയക്കാൻ വല്ല വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ പാക്ക് ചെയ്ത് വിടായിരുന്നു. നിന്റെ അച്ഛനെ കീച്ചു വിടറോ? പോണ മനുഷ്യത്തിരിക്കാണ്ട്. എന്തു പറ്റി യേശു? നിന്റെ മൂഡ് ശരിയല്ലല്ലോ. നാട്ടുകാരും വീട്ടുകാരും ഒന്നും ശരിയല്ല. അടുക്കള കിടന്ന് ഷോണിക്കിടന്ന് ഇറങ്ങി പോടാ. വേറൊന്നും അല്ലമ്മ, അനിയത്തി ലീവ് കഴിഞ്ഞ് ചെന്നൈ പോയല്ലോ, അതിന്റെ സങ്കടം. അവള് ലീവ് കഴിഞ്ഞ് ചെന്നൈ പോയാലും എനിക്കെന്തര്? അവള് പഠിക്കാനല്ല പോയത്, അല്ല വേറൊന്നുമല്ലല്ലോ. അവളെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടട്ടെ, എങ്ങോട്ടെങ്കിലും പോട്ട്. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിലേ നിന്നെ ഇവിടെ നിന്ന് കെട്ട് കെട്ടിക്കും. അത് തന്നെ. പിന്നെ ഇന്ത്യയിൽ കാലുകുത്താൻ പറ്റില്ല, നിനക്ക് പെട്ടിയിലാക്കി വിദേശത്തേക്ക് കടത്തും. ഇതിനെ നല്ല കിടുക്ക് മറുപടി എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇപ്പൊ ഒന്നും ഞാൻ പറയണില്ല കേട്ടാ. മര്യാദക്ക് പോയില്ലെങ്കിൽ അപ്പുറം കുറെ പാത്രം കിടക്കുന്നുണ്ട്, ആ പണി അങ്ങ് ഏൽപ്പിക്കുവോ ഞാൻ? ഇവിടെ പണി എന്തിനാന്ന് വെച്ചാൽ നടക്കട്ടെ. ചേച്ചി എല്ലാം പെട്ടെന്ന് കേട്ടാ. നൈസായിട്ട് മുങ്ങിയതുണ്ടോ അവൻ? അവൻ എന്തോ കാര്യമായിട്ട് ഡാർക്ക് അടിച്ചിട്ടുണ്ട്. വളർന്നു വരുന്നത് താനേ അച്ഛന്റെ പകർപ്പ് തന്നെ. പിന്നെ അവൻ അച്ഛനെ പോലെ ഉണ്ട്, ആരെ പോലെ ആവണം? ഓ ഓ ഓ, മോനെ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലല്ലേ? ഓ ഓ ഓ, ഇഷ്ടപ്പെട്ടില്ല. എന്ത് പരിപാടി രണ്ടുപേരും കൂടെ? സാമ്പാർ വെക്കുക. ആ എന്നാ പെട്ടെന്നുണ്ടായി പോരാ. അമ്മ എവിടെ പോണം? ഒരു സാമ്പാർ ഉണ്ടാക്കാൻ രണ്ടുപേരും പോരെ? അല്ല, അമ്മയും കൂടെ ഉണ്ടെങ്കിൽ സാമ്പാറിന് കുറച്ച് കൊഴുപ്പൊക്കെ കൂടുമല്ലോ. ആണോ? കുറച്ച് പരിപ്പും വെണ്ടയ്ക്കും കൂടുതൽ ഇട്ടാൽ മതി, നല്ല കൊഴുപ്പുണ്ടാവും. അതിന് ഞാൻ വേണ്ട. ഈ വീട്ടിൽ അന്തരീക്ഷം ഒന്നും ശരിയല്ല. അതിൻ്റെ ഇടയിൽ സാമ്പാറും കൂടെ കൊളായാ തീർന്ന്. അതുകൊണ്ട് നമുക്ക് കട്ടയ്ക്ക് പിടിക്കണം. സെറ്റാക്കാം. ഓക്കെ, ഒന്ന് സെറ്റാക്കാം. പയ്യെ ഇറങ്ങണം, പയ്യെ പയ്യെ പയ്യെ. നീ അങ്ങോട്ട് വിടറാ, ഞാൻ ഇറങ്ങിക്കോളാം. പയ്യെ ഇറങ്ങണം. ആ പയ്യെ ഇറങ്ങിക്കോളാം. പയ്യെ നടക്കണം. കല്ല് കല്ല്. ആ ഞാനിവിടെ ആദ്യം വരികയല്ലേ. അല്ല, ഈ കല്ല് മഴയത്തേക്ക് ഇങ്ങനെ നീ നടക്ക്. ചേച്ചി, അപ്പം വന്നാ? ആ വരേണ്ടി വന്നു. കാക്കനാട് പോണെന്ന് പറഞ്ഞിട്ട് കാക്കനാട് പോയതാണ്. കാക്കനാട് പോയപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഒന്ന് വീട് വരെ ഒന്ന് പോയതോ. ഇത് അച്ഛനല്ലേ? ഇത് അച്ഛനെ പോന്ന്? ഓ എവന്റെ കൂടെ വന്നു. നീ വീട്ടിൽ പോയായിരുന്നോ? ഓ, അതാണ് പറഞ്ഞോണ്ടിരുന്നത് ചേച്ചി. ചെന്നപ്പോ ഉണ്ട് അച്ഛൻ അവിടെ അങ്ങനെ ഇരിക്കണം. ആ ഇരിപ്പ് കണ്ടപ്പോ എനിക്ക് വല്ലാതെ തോന്നി. അപ്പൊ തന്നെ ഞാൻ ഒരു കാറ് വിളിച്ച് അതിലിട്ടോണ്ട് വന്നു. ഇട്ടണ്ട? അല്ല, അതില് കാറും വിളിച്ച് അച്ഛനെയും കൊണ്ടിങ്ങ് പോന്നു. എന്നാ പിന്നെ അമ്മയും വിളിച്ചിട്ടൊന്നുണ്ടായിരുന്നോ? ആ അവിടെ ഒരു പശുവിന് വയ്യാണ്ടിരിക്കുക, ഡോക്ടർ ഒന്ന് വരുമെന്നാ പറഞ്ഞത്. അവളിങ്ങോട്ട് വന്നാലേ കാര്യങ്ങളൊന്ന് കുഴപ്പത്തിലാകും. എടാ ഉച്ച ഞാനങ്ങ് പോകും കേട്ടോ. ചേച്ചി, ആയി അച്ഛാ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, പിന്നെ ഇപ്പൊ തന്നെ അങ്ങനെ പോയാലും എങ്ങനെയാ? നാളെ പോവാം. അതൊന്നും പറഞ്ഞ പറ്റത്തില്ല. ആ അങ്ങനെ മതി, നാളെ പോയാൽ മതി. എന്താന്ന് വെച്ചാ നാളെ അല്ല, ഞാൻ പറയാം എപ്പോ പോണെന്ന്. എപ്പോ പോയാൽ മതി. പിന്നെ എപ്പോ പോകണമെന്നോ? നീ ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ അച്ഛാ? പറയാം. അച്ഛാ ഒരു കാര്യം ചെയ്യാം, വല്ലതും കഴിച്ചിട്ട് അവിടെ പോയി കിടക്കണം. നീ എന്നെ കിടത്താൻ കൊണ്ടുവന്നാണല്ലോ. എന്റെ അച്ഛൻ അവിടെ നിന്നാ റെസ്റ്റ് കിട്ടൂല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഗൗരി, അച്ഛനുള്ള മരുന്നൊന്നും ഞാൻ എടുത്തില്ല. മരുന്ന് വാങ്ങിക്കണം, പിന്നെ കുറച്ച് ആയുർവേദ കുഴപ്പമില്ല അച്ഛാ, അത് വാങ്ങിക്കണം. നിങ്ങൾ വന്നാ കഴിക്കണോ ചേച്ചി? വല്ലതും കൊടുക്കണോ ചേച്ചി അച്ഛൻ? അല്ല മോളെ, ഇവനെന്നെ ഇവിടെ ഈ സുഖചികിത്സയ്ക്ക് കൊണ്ടുവന്നതാണ്.
അവന്റെ ആഗ്രഹമല്ലേ അച്ഛനിങ്ങനെ അടുത്തിരുത്തി ചികിത്സിക്കണമെന്നൊക്കെ. കാര്യങ്ങളൊക്കെ കുഴഞ്ഞല്ലോ. അപ്പൂപ്പ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. അപ്പോൾ ധൈര്യമായിട്ടിരിക്കണം. ധൈര്യമായിട്ടിരിക്കുക. അയ്യോ ഈ വീട്ടിലിപ്പോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവനാണ് പരിഹാരം കാണുന്നത്. കേശു ഇപ്പൊ പഴയ കേശൊന്നല്ലേ, വളർന്ന് പന്തലിച്ച്. അത് ശരി. അച്ഛാ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ? ഇപ്പൊ വേണ്ട അവിടെ. അവിടെ ആണെങ്കിലേ കുറെ വാഴയെല്ലാം ഒടിഞ്ഞെടുക്കുക. ഭയങ്കര കാറ്റായിരുന്നു. ഇനി അത് കൃഷി വകുപ്പിൽ പോയി അതൊന്ന് റിപ്പോർട്ട് ചെയ്യണം. അല്ല അപ്പൂപ്പ, ഈ വാഴയ്ക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നാ? ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കർഷകർക്ക് നഷ്ടം വരുന്നവർക്ക് കൊടുക്കേണ്ടത് അവരുടെ കടമയാണല്ലോ. അഥവാ അവന്മാരൊന്നും നോക്കിയൊന്നും ഇല്ലെങ്കിലേ അപ്പോൾ ഒരു പെറ്റീഷൻ ഫയൽ അങ്ങ് കൊടുത്തേക്കണം. കൃഷിഭവനല്ലേ? ആരാ നീ? ഓടർക്ക അപ്പൂപ്പനെ അറിയാം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അച്ഛാ ഞാൻ കാപ്പി എടുക്കാം. എടുക്കോളെ. ആഹാ, കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ, വലിയ ആളായി പോയല്ലോ. അല്ല അപ്പൂപ്പ, ഈ വാഴ മാത്രമേ ഒടിഞ്ഞുള്ളൂ അതോ കാറ്റത്ത് കപ്പ നട്ടതുമല്ലോ? അങ്ങനെ പലതും പോയിട്ടുണ്ടോ. കപ്പയും കാച്ചിലും ഒക്കെ കാറ്റത്ത് കൊണ്ടുപോയി. പോടാ പോടാ, വെറുതെ കിടന്ന് ഷോ കാണിക്കാതെ. രാവിലെ തൊട്ട് അച്ഛൻ ചമ്മയുമാണ് കിടന്ന്. കണ്ടില്ലേ മുണ്ട കുടുത്ത് കിടക്കണേ. അവനെന്തായാലും ഒരു നല്ല കൃഷിക്കാരനാകുന്ന ലക്ഷണമുണ്ട്. അവനാ കണ്ടറിയാം. അപ്പൊ ഞാൻ കാപ്പി എടുത്തോട്ട് വരാവേ. ചേട്ടാ നീ സമയത്തിന് ഫുഡ് കഴിക്കണേ. ചുമ്മാ കളിച്ചടക്കല്ലേ പെണ്ണെ, പഠിക്കണേ. വീട്ടുകാർ എത്ര ഫീസ് കൊടുത്താണ് അറിയിച്ചേക്കണേന്ന് അറിയാല്ല. ഹോസ്റ്റൽ ഫീസ്, അവിടുത്തെ ഫീസ് എന്ന് വേണ്ട, ഫീസോടെ ഫീസാണ്. എപ്പോഴും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കല്ലേ. നീ ഇവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തോണ്ട് തന്നെ പോയത്? ഡ്രസ്സ് എടുത്തെന്നറിയാം, എത്ര എണ്ണം കൊണ്ടുപോയെന്ന് ചോദിച്ചത്. ശരി, നീ എപ്പോഴും കിടന്ന് വിളിക്കാൻ നിൽക്കണ്ട. നല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. ശരിടി, ഞാൻ വിളിക്കാം. എന്ത് ഒരു കിണി? തീവെട്ടി ബാലു ഓടിണ്ടടാ. എന്താന്ന്? തീവെട്ടി ബാലു. തീവെട്ടി ബാലു, ഉടായ്പ് ബാലു. നിന്റെ അടുത്തൊക്കെ എന്ത് ഉടായ്പ കാണിക്കാനാണ് എൻ്റെ അച്ഛൻ വന്നേക്കണേ? നീ ഇവിടെ കിടന്ന് ഷോ കാണിച്ചാ നീയും മേടിക്കും, നിന്റെ അച്ഛനും മേടിക്കും. നീയും മേടിക്കും, നിന്റെ അച്ഛനും മേടിക്കുന്നോ? ഏയ് കൈ എടുക്കടാ. അച്ഛനെ പറഞ്ഞിട്ടും പോരെ കൈ എടുക്കണ? എന്താ കൈ എടുക്കടാ. കൈ എടുത്തില്ലെങ്കിൽ എന്നായി? കൈ എടുക്കടാ തീവെട്ടി ബാലുവിന്റെ മോനെ. തീവെട്ടി ബാലു നമ്പർ ആണെങ്കിൽ അയച്ചു പോടാ. ദൈവമേ, കളിക്കല്ലേ, വീട്ടിൽ പോടാ. നോക്കണോടാ. ഒരുത്തന്മാര് വന്ന് കേറും. ചേച്ചി, 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 എന്താടാ പ്രശ്നം? ചേച്ചി എന്ത് പ്രശ്നം? കലിപ്പായി. കളിപ്പാ? ചെറിയ പ്രശ്നമാണ് ചേച്ചി. ആരോടും പറയല്ലോ കേട്ടാ. എടാ കാര്യം എന്താന്ന് വെച്ചാ പറ. ആരോടും പറയല്ലോ, ഉറപ്പാണല്ലേ? എടാ പറയടാ ഒന്ന്. ഉറപ്പാണേ? നീ എന്റെ വാലിക്ക് നീ കേക്കുവേ. ചേച്ചി ചെറിയൊരു പ്രശ്നമാണ്. എടാ എന്താടാ ബാഗൊക്കെ പാക്ക് ചെയ്ത് കുഴിപ്പുറത്ത് പോണോ ഞാൻ? എന്ത് ചേച്ചി, ഒരു കാര്യം പറയുന്നതിന് മുമ്പേ മുങ്ങണോ? എടാ കാര്യം പറ നീ എന്നാ. ചേച്ചി പിന്നെ ഒരുത്തം ഭയങ്കര ചൊറിച്ചിലായിരുന്നു. സാധാരണ നിനക്കുള്ള ചൊറിച്ചില് കാര്യങ്ങളോട് കേൾക്കുന്നുണ്ട്. പറ. പിന്നെ അമ്മായി അമ്മായി അവിടെ നിന്നിട്ട് കുഴപ്പം, നീ പറ. എന്താണ് പ്രശ്നം? പിന്നെ ഒരുത്തൻ എന്നെ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇടിച്ച്. അപ്പൊ അവിടെ ബോധം കെട്ടി കിടക്കണം. ബോധം കെട്ടി കിടക്കണ? അമ്മ ഇവർ ഏതോ ഒരു ചെറുക്കനെ റോഡിൽ ഇടിച്ചിട്ട് കൊന്നു. കൊന്നില്ല, കൊന്നൊന്നുമില്ല. എന്തോന്നടാ നിനക്ക്? എന്തോന്നിന്റെ കേട്? അച്ഛനെ ഓരോന്ന് പറഞ്ഞപ്പോ ഞാൻ അറിയാതെ ഇടിച്ചു പോയതാ മാമ. അയാൾക്കൊന്നും പറ്റിയാ? അവിടെ ബോധം കെട്ടി കിടക്കണം. അയ്യോ എടി നിനക്ക് എന്തിന്റെ കേടായിരുന്നടാ? പറ്റിപ്പോയി. എടാ നോക്കി നിൽക്കാതെ പോയി നോക്കടാ. വാ നീ ചേച്ചി വാ. ഞാൻ എന്തിനി? ഇവന്റെ അച്ഛനെ കൊണ്ട് എനിക്ക് സ്വസ്ഥതയില്ലായിരുന്നു. ഇപ്പൊ ഇവനും തുടങ്ങിയിട്ടുണ്ട്. നീ ഇവരൊക്കെ പുറകെ കിടക്കാൻ പോണാ. നീ പോയി പണി നോക്ക്. എടാ മോനെ, നീ ഒരിടിയിൽ ഇടിച്ചോളൂ. മൂന്ന്. അച്ഛനെന്തിനാ വിളിക്കണേ? അച്ഛനെ വിളിച്ചിട്ട് എന്താണ് കാര്യം? അച്ഛൻ വന്നിട്ട് ഞാൻ അച്ഛനെ പോയി വീണ്ടും ഇടിക്കാനാ? ആ ചെറുക്കനെ ഇനി അടിക്കണെന്തിനാണ്? അവന്റെ കാറ്റ് പോയി കിടക്കല്ലേ? മാമാ എന്തോന്ന് ശ്രീ, ഇത് വാ നമുക്ക് നോക്കാം. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യ്,
നിങ്ങൾ പോയി നോക്ക്, ഞാൻ ഇവിടെ നിൽക്കാം. അമ്മ പിന്നെ ഇപ്പം എന്തായാലും സംഭവം സീരിയസാ, പ്രശ്നമാവും. ഞാൻ ഇവിടുന്ന് മാറിയിക്കാം. എങ്ങോട്ട്? നെയ്യാറ്റിങ്കര അല്ല വേണ്ട, നെയ്യാറ്റിങ്കര പോയി ഇവിടെയുള്ള എല്ലായിടത്തും പറഞ്ഞാൽ മതി. ഞാൻ നമ്മുടെ അമനോടെ കുഞ്ഞമ്മയില്ലേ, കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാം. അല്ല വേണ്ട, നാർക്കോലി പോവാം. നാർക്കോലി ഏതൊരു ബന്ധുവില്ലേ, അവിടെ പോവാം. എടാ മുങ്ങാൻ നോക്കുന്ന കൊലപാതകി. എന്തോ പിന്നെ അമ്മ ഇവരെ കാര്യം മുങ്ങി കഴിഞ്ഞാണ്ടല്ലോ പോലീസുകാർ നമ്മളെ പൊക്കി കൊണ്ടുപോകും. എനിക്കാണെങ്കിൽ ഭർത്താവും കൊച്ചൊക്കെ ഉള്ളതാണ്, ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ഇപ്പൊ നോക്കി ഇന്ന് സംസാരിച്ചിട്ട് സമയം കണ്ടിട്ടല്ലേ? വാ പോയി നോക്കാം. പോയിട്ട് മാമ നോക്കിട്ട് മാമ. എവിടെയാടാ? എവിടെ? ഇവിടെ മാമ. അയ്യോ खत्म टाटा गुड बाय गया മാമ നോക്കട്ടെ മോനെ. ചോര ചോരയാ? ചോര ശ്വാസം ഉണ്ടോ നോക്ക്, ശ്വാസം ഉണ്ടോ നോക്ക്. മാറി ഞാൻ നോക്കാം. എങ്ങനെ രസം എടുക്കാൻ പറ്റുമോ അമ്മായി? എടാ ഞാൻ ഡോക്ടർ അല്ലടാ, നേഴ്സാണ്. പൾസുണ്ട് പൾസുണ്ട്. കുഴപ്പമില്ല. എടാ കുറച്ച് വെള്ളം എടുത്തിട്ടോ. പോരാ. ശ്രീ എന്താ കാണിക്കണേ? മാമ വെള്ളം കുടിക്കണം, മുഖത്ത് തളിക്ക് ശ്രീ. അമ്മ ഇവര് 18 വയസ്സ് കഴിഞ്ഞാമേ. ഓ എഴുതി. അയ്യോ, അപ്പൊ ആ പ്രായത്തിന്റെ ഇളവുള്ള ആരും കൂടെ അതൊക്കെ പോയി. ഞാൻ എന്തൊരു ഗൾഫിൽ നിന്ന് വന്നേ. അയ്യോ എന്നെ ഒന്നും ചെയ്യില്ലേ? അയ്യോ എല്ലാത്തിനും ശരിയാക്കി തരണ. നീ ശരിയായി തരാൻ വേണ്ടി ഞങ്ങൾ കൈ കണ്ടി നോക്കിക്കോല്ലേ. ഇതിന് ഏറ്റവും വീക്കരുതിനെ പോയിക്കോ. ഓരോന്ന് ചെന്ന് കയറി കൊടുത്തോളൂ. എന്റെ പൊന്നോ. ആ പറഞ്ഞോ മണിക്കരെ. തേങ്ങ ഇല്ല, ഞാൻ അറിഞ്ഞില്ല. ആ പണിക്കര് വെച്ചോ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ ശ്രീകുട്ടാ, ശ്രീകുട്ടാ ഓ ഇവിടെ വേണ്ട, അടുക്കള കയറിയിരിക്കണം. എന്താ ആ പണിക്കര് തേങ്ങ എടുക്കാൻ ചെന്നപ്പം നിന്റെ അമ്മ പറഞ്ഞു തേങ്ങ എടുക്കണ്ടെന്ന്. നീ വേറെ ആർക്കെ കൊടുത്തു? ഓ ഞാൻ ഇന്ന് രാവിലെ പ്രഭാകരൻ ചേട്ടനെ കണ്ടായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിക്കണതിൻ്റെ കൂട്ടത്തിൽ തേങ്ങ ഇടുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പം പുള്ളി എന്നെ അങ്ങ് എടുത്തോളാം എന്ന് പറഞ്ഞു. നല്ല വിലയും തരും, വണ്ടി കൊണ്ടുവന്ന് എടുത്തുകൊണ്ട് പോകണം. ഞങ്ങൾ വാരി കൊണ്ട് പോകാൻ പറഞ്ഞു. എടാ ഞാൻ പണിക്കർക്കല്ലേ കൊടുത്തോണ്ടിരുന്നത്. പണിക്കർ വന്നാൽ ഉള്ള തേങ്ങ എല്ലാം അവിടെ ഇട്ട് പൊതിക്കും, എന്നിട്ട് പകുതിയെ കൊണ്ടുപോകുള്ളൂ. ചുമ്മാ എന്തിനാണ് വെറുതെ തൊല്ല കേസ്? ഇതാകുമ്പോൾ എല്ലാം ഒറ്റയടിക്ക് അങ്ങ് പോവും. എന്ത് പണിയാടാ നീ കാണിക്കുന്നത്? പ്രഭാകരൻ ചേട്ടൻ രാവിലെ വന്നിട്ട് ആ തേങ്ങ കേട്ട് അച്ഛൻ ചുമ്മാ എന്തിനാണ് തേങ്ങ എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിക്കുന്നത്? റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ അച്ഛൻ എടുക്കൂല. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത്? ഓരോ കാര്യങ്ങൾ. ഞാൻ ഒരു കാര്യം പറഞ്ഞ അച്ഛൻ വാർത്തൊന്നും പറയില്ല. എന്തായി കുറച്ച് റെസ്റ്റ് കിട്ടുമല്ലോ. എന്ത് കിടന്ന് ടെൻഷൻ അടിക്കണേ? എന്തോന്ന് നീ കിടന്ന് ടെൻഷൻ അടിക്കണ എന്താന്ന്? അവന് ചേച്ചി എൻ്റെ ഈ ഫോണിലോട്ടെ ഏതൊക്കെ അറിയാത്ത കുറേ നമ്പറിൽ നിന്ന് കോള് വരുന്നു. മിക്കവാറും മറ്റവനോ അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരെല്ലാം ആയിരിക്കും. അപ്പൊ പിന്നെ മോനൊരു കാര്യം ചെയ്യ്, 5-6 ദിവസം വീട്ടിൽ തന്നെ ഇരിക്കും, പുറത്തേക്കൊന്നും ഇറങ്ങാൻ നിൽക്കണ്ട. അങ്ങനെ അവന്മാരെ പിടിച്ച് വീട്ടിൽ കയറി ഇരിക്കേണ്ട കാര്യമൊന്നും കേസൊന്നുമില്ല. എന്നാ പിന്നെ ചെന്ന് കയറി കൊടുക്കണ. എന്തായാലും സംഭവിച്ചൊക്കെ സംഭവിച്ചു. നീ വരണടുത്ത് വെച്ച് കാണാം. അങ്ങനെ വരണടുത്ത് വെച്ച് കാണാൻ പറ്റൂല. കുറേ കണ്ടതാ വരണടുത്ത് വെച്ച് കാണല്. ഇനി പറ്റൂല. എന്താ സംഭവം? ഓ അതൊക്കെ ഒരുപാടുണ്ട്, വഴിയേ പറഞ്ഞു തരാം. ഹലോ അച്ഛാ. അച്ഛാ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വരണം. വന്നേ പറ്റത്തുള്ളൂ. ഇത് പിന്നെ ഞാൻ ഒരുത്തിനെ അങ്ങ് തേമ്പി. ഓ അച്ഛനെ കുറ്റം പറഞ്ഞോണ്ടോ അച്ഛാ? പറഞ്ഞു തന്നിരടാ.
പിന്നെ അച്ഛൻ മുതലേ ചെയ്യത്തില്ല. അച്ഛൻ വാച്ച ഇവന് എന്താ ചെയ്തതറിയാമോ? ഈ ചെക്കനെ കൊണ്ട് ഒരു രക്ഷയില്ലട്ടാ. നോക്കിക്കോ, ഇനി ഇതും കേട്ടോ അവന്റെ അച്ഛൻ ഓടി ഇങ്ങോട്ട് വരും. എന്തോ മാകാര്യം ചെയ്ത പോലെയാണ് അവൻ അവൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞേക്കണത്. എൻ്റെ അച്ഛൻ പാവം. അച്ഛനെ അതൊന്നും പറയാം. ഓ, അതിനൊക്കെ ഭാഗ്യം ചെയ്യണം. ഓഹോ, യവന്മാർക്ക് കിട്ടിയൊന്നും പോരല്ലേ. ആരുമില്ല ഇവിടെ, ആരുമില്ലേന്ന്. അവനില്ലേ ഇവിടെ? അവൻ ആര്? കേശു. അവനെ വിളിക്ക്. കാണുമല്ല. എന്ത് മോനെ? മോനേടാ, നിന്നെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇതിന് മോനെ. കേശുവിനെ പരിചയമുണ്ടല്ലേ നേരത്തെ? എന്നിട്ടാണ് അവൻ പണി മൊത്തം കാണിച്ചത്. വോട്ട് മോനെ, നിങ്ങളൊക്കെ ഒരു തരക്കാരല്ലേ? താമ്പോ ഓളോടുന്നു. അയ്യോ, ഈ മൂത്ത ആൾക്കാരോടൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ? ഞാൻ സംസാരിച്ചതിനാണ് നേരത്തെ അടി കിട്ടിയത്. നീ എന്തിനാണ് പിടിച്ച് അടിച്ചത്? അവന്റെ മൂക്കിരിക്കണ്ടില്ലേ? എന്റെ അച്ഛനെ പറഞ്ഞാൽ ഞാൻ അടിക്കും. അച്ഛനോട് ചെന്ന് അടിക്കോടാ. അടിക്കും. എന്താ ഇതവിടെ എന്താ പ്രശ്നം? ഇയാളാരാ? ഇയാളാരാന്ന്? എന്താ പോലെ പ്രശ്നം? അപ്പൂപ്പാ, ഇവനെ പിടിച്ചടിച്ചു. അവന്റെ മൂക്കിരിക്കണ്ടില്ലേ? നേരെ പറ കേശു. അത് അപ്പൂപ്പ ആ പയ്യനെ അച്ഛനെ എന്തോ പറഞ്ഞു, അതാണ് ഇവൻ പിടിച്ചിടിച്ചേ. സാരമല്ല കേട്ടോ, ഇനി അങ്ങനൊന്നും ഉണ്ടാകത്തില്ല. അവനങ്ങ് ക്ഷമിച്ചേര്. കേശു, മാപ്പ് പറഞ്ഞു. അപ്പൂപ്പ പറയടാ മാപ്പ്. സോറി. മോനെ ഇത് വെച്ചു. അവൻ്റെ അപ്പൂപ്പൻ തരുന്നതായിട്ട് കരുതാണ്. ചെല്ല് ചേളം ചെല്ല്. അപ്പൂപ്പ അങ്ങനെ പൈസ കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അച്ഛൻ ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പൈസ കൊടുക്കാറുണ്ട്. കൊള്ളാം മോനെ, നീ ആ ബാലചന്ദ്രൻ തമ്പിയുടെ മോൻ. മോനെ അയ്യോ അച്ഛാ, ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടിയത്. രക്ഷപ്പെട്ടല്ലേ? അപ്പൂപ്പ, അപ്പൂപ്പ, ഓ ദേ കോള്. ഹലോ, ആ വേണു, എന്താ പറ. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ആ ആ ആ ആ ശരി, നീ വച്ചോ. ശരി ശ്രീകുട്ടാ, ശ്രീകുട്ടാ ഇവിടെ വേണോ? എന്താ എന്ത്? നീ ഒന്ന് വേണുവിനെ കണ്ടു? കണ്ടില്ല, അന്വേഷിച്ചായിരുന്നു. പിന്നെ നമ്പർ ഇപ്പിച്ച് വിളിച്ചായിരുന്നു. നമ്മളിനി അവിടെ കപ്പ ഇടുന്നില്ലെന്ന് നീ പറഞ്ഞു. ഓ, കപ്പ ഇടുന്നില്ലെന്ന് നീ പറഞ്ഞോന്നാ? കപ്പയോ? ആ കേട്ടിട്ടില്ല. അത് നടണ്ട, കപ്പ ഇനി നടണ്ടച്ചാ. പിന്നെ ആ വേണുവിനെ ഏൽപ്പിച്ചിരുന്നാലും അച്ഛൻ തന്നെ അവിടെ ഇറങ്ങി പണിയേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് പാട്ടത്തിന് അങ്ങ് കൊടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത്. ആർക്ക് സെറ്റ് ചെയ്ത്? നമുക്കാണ് അവിടെ ആളില്ലാത്തത്. വാഴകൃഷി ഇനി അച്ഛൻ ചെയ്യണ്ട. ഞാൻ പിന്നെ എന്ത് ചെയ്യൂടാ? അച്ഛൻ ഒന്നും ചെയ്യണ്ട. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ എല്ലാ ഒറ്റടിക്ക് അങ്ങ് നിർത്താൻ പറ്റുമോ അച്ഛന്? പിന്നെ അല്ലാതെ അച്ഛൻ ഇത്രയും വയസ്സായി, ഇനിയും കിടന്ന് കഷ്ടപ്പെടണം. ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് കണ്ണ നാട്ടിൽ പോയി കഷ്ടപ്പെടണേ? നമുക്ക് വേണ്ടിയിട്ടല്ലേ? അല്ല കുട്ടുമാമ, അപ്പൂപ്പൻ ചെയ്തുകൊണ്ടിരുന്ന പണിയോ ഒറ്റയടിക്ക് നിർത്തുമ്പോഴേ അത് അപ്പൂപ്പൻ തന്നെയല്ലേ ദോഷം ചെയ്യത്തുള്ളൂ. ഗ്രാജുവലി പയ്യെ പയ്യെ നിർത്തിയ പോരെ. പയ്യെ പയ്യെ എന്ന് പറഞ്ഞാൽ അപ്പൂപ്പയും വീണ്ടും വീണ്ടും പാടത്തിറങ്ങി ചെറിയ ചെറിയ പണി എന്ന് പറഞ്ഞ് ഫുൾ ടൈം പാടത്തിന് പകലില്ലാതെ പാടത്തെ പണിയോട് പണി. എനിക്കത് കണ്ടോണ്ടിരിക്കാൻ വയ്യ. പക്ഷെ ലച്ചു പറഞ്ഞാൽ കാര്യമുണ്ട്. അപ്പൊ നീ ഇനി പറമ്പിൽ ഇറങ്ങാൻ പോകുന്നു? ഞാൻ ബിസിനസ് ചെയ്യാൻ വേണ്ടി പോണു, പക്ഷെ കൃഷി വിടൂല. അച്ഛൻ 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 അകത്ത് പോയി കിടക്കണോ അച്ഛാ? റെസ്റ്റ് എടുക്കണോ അച്ഛൻ? നീ എന്നെ കിടപ്പിൽ ഉപയോഗിക്കാൻ പോകുന്നുള്ള? അച്ഛാ,
അച്ഛൻ ഇതുവരെ പറയണൊക്കെ ഞാൻ കേട്ടു. ഇനി ഞാൻ പറയണ അച്ഛൻ കേൾക്കണം. അച്ഛൻ ഇനി ജോലിക്കൊന്നും പോണ്ട. അച്ഛനെ പൊന്നു പോലെ നോക്കാൻ ഈ ശ്രീകുട്ടൻ പറ്റും. തരണം തിന്നുണ്ടെങ്കിൽ അച്ഛൻ ഇവിടെ അങ്ങനെ കിടക്കണം. പിന്നെ അച്ഛൻ്റെ പൈസയ്ക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം, ഞാൻ തരാം. നിർത്തടാ. നീ എന്താ പറഞ്ഞു? തരണതും തിന്നുകൊണ്ട് ഇവിടെ കിടന്നോളാം. പൈസ വേണമെങ്കിൽ തരാമെന്നു. എടാ നിനക്ക് ബിസിനസ് ചെയ്യാൻ 15 ലക്ഷം തന്നെ ഞാനല്ലടാ. നിനക്ക് വേണോ? വേണ്ടേ? വേണം. വേണം. കൂടാ കയറി തരണതും തിന്നുകൊണ്ട് ഇവിടെ കിടന്നോളാം. വലിയ ധനാഢ്യനായി ഗൾഫിൽ നിന്ന് വന്ന് പിതാവിനെ ശുശ്രൂഷിച്ച് ജീവിക്കാന്ന് കരുതിയതാ. തമ്മിപ്പോയി. അച്ഛാ ഇതാണോ തരണം കഴിച്ചോണ്ട് കിടക്കാൻ. അല്ല നാളെ രാവിലെ ഒരു 6:30-7 മണിയാകുമ്പം അച്ഛനൊന്ന് റെഡിയായിട്ട് നിൽക്കണം. ഫാസ്റ്റിംഗ് ഫുൾ ബോഡി ചെക്കപ്പിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മയും വരാമെന്ന് പറഞ്ഞു. അപ്പം ഇനി അഥവാ അവിടെ അഡ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമ്മയടുത്ത് തുണികളെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓ പിന്നെ വേറെന്താ പറഞ്ഞു? ഇത്രയും പറഞ്ഞുണ്ടല്ലേ? നീ എന്നെ രോഗിയാക്കാൻ നടക്കുന്നോടാ. കിട്ടിയതൊന്നും പോരാട്ടോ. അവന് പിന്നെ വരുവാ ചോദിച്ചോണ്ട്. എന്തോന്ന് ഉപകാരം വന്നു. നേനു വിളിക്കണേ വണ്ടി. ഞാൻ ഇപ്പൊ തന്നെ പടവളത്തോട് പോവാ. അല്ലെങ്കിൽ അവൻ എന്നെ വല്ല ആശുപത്രിയിൽ കൊണ്ടുവരും. വിളിക്കണ്ടി. ഫോൺ അവിടെ